ഒരുപാട് സന്തോഷമായിട്ടാണ് ഞാൻ ഈ ഒരു രണ്ടാമത്തെ ടെക് ടോക്ക് വരുന്നത്. അത് പ്രത്യേകിച്ച് എൻ്റെ നാടായ കൊല്ലത്ത് TKM കോളേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫിനെയും കരിയറിനെയൊക്കെ ഒരുപാട് സ്വാധീനിച്ചൊരു സ്ഥലമാണ്. 24 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ കോളേജിലേക്ക് തിരിച്ചു വരുന്നത്. 24 വർഷങ്ങൾക്ക് മുമ്പ് കരഞ്ഞിട്ട് പോയൊരു അനുഭവം. അതൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിനെ മാറ്റി വെച്ചൊരു ഷെഫ് ആവാനുള്ളൊരു സംഭവമൊക്കെ ഈ കോളേജ്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് തിരക്കായിട്ട് ഞാൻ ഈ ഒരു സംവാദത്തിന് നിങ്ങൾക്ക് എത്തിയത്. ശരിക്കും ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ കൊല്ലത്ത് പഠിക്കാൻ പറ്റാതെ, വീണ്ടും കോളേജിൽ പോകാൻ പറ്റാതെ, ഒരു സെക്യൂരിറ്റി ജോലിയൊക്കെ ആയി അതൊരു 17 ഇയർ ഓൾഡ് ആയിട്ട് ഒരാൾക്ക് പറ്റാതിരുന്നിട്ട് വീണ്ടും എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ ഈ കൊല്ലം ബിഷപ്പ് റോഡ് കുറേ സ്ഥലങ്ങളിലൊക്കെ ജോലി അന്വേഷിച്ച് അവസാനം റെസ്റ്റോറൻറ്റ് വരുന്നു. അങ്ങനെ ഒരു വെയിറ്ററായിട്ട് ജോലി തുടങ്ങുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് കുക്കിംഗ് ഒരു അവിചാരിതമായിട്ട് അവിടുത്തെ ഷെഫിനെ സഹായിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോകാൻ പറ്റുന്നു. ആ ഒരു സമയത്ത് 17 ഇയർ ഓൾഡായ ഞാൻ ഏറ്റവും മെയിനായിട്ടുള്ള കൂടുതൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ TKM കോളേജിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ വരുന്നു, ആ സ്റ്റുഡൻസിന് സെർവ് ചെയ്യുന്നു. കാരണം ഒരുപാട് NRI സ്റ്റുഡൻസും മലബാറിൽ നിന്നൊക്കെ ഒത്തിരി കുട്ടികൾ വരിക. എന്നെക്കാട്ടി 2 വയസ്സിന് മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവർക്ക് സെർവ് ചെയ്യുന്നു. അവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഇത് 93-94 കാലഘട്ടത്തിലെ സംഭവമാണ്. അതിനുശേഷം ഞാനിങ്ങനെ ബാംഗ്ലൂരിലൊക്കെ മറ്റ് ജോലിയൊക്കെ അന്വേഷിച്ച് പോകുന്നു. വീണ്ടും പല റെസ്റ്റോറൻറ്റ്സിലൊക്കെ ജോലി ചെയ്യുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു സർക്കാർ കേരള പോലീസ് ആവുകയാണ്. 1 വർഷം മുഴുവൻ അതിനു വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് പഠിക്കുന്നു. ഈ ജോലിയുടെ രാവിലെ 7 മണിക്ക് കിച്ചണിലെ ജോലി, ഒരു 7 മണിക്ക് ജോലി കഴിഞ്ഞിട്ട് ഒരു 3:30 വരെ ലഞ്ച് സർവീസ് കിച്ചണിലും ഈവനിങ് വെയിറ്ററായിട്ടും വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഒരു 90 hours ആണ് വർക്ക്. ആ ഒരു സമയത്താണ് ഇങ്ങനെ PSC പോലീസുകാരനാവുക എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി തുടർച്ചയായിട്ട് ഇങ്ങനെ പഠിക്കാൻ, തൊഴിൽ വാർത്ത, തൊഴിൽ രീതി അങ്ങനെയൊക്കെ പഠിച്ച് അതിൻ്റെ എല്ലാം പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടൊരു 2000-ലാണ് ഒരു പരീക്ഷ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പോലീസുകാരനാവുക എന്നുള്ളതാണ്. അങ്ങനെ പോലീസുകാരനാവാൻ വേണ്ടിയിട്ട് പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. PSC പരീക്ഷ എഴുതി എല്ലാം. ഞാൻ അന്നത്തെ എക്സാം അതിൻ്റെ ഹാൾ ടിക്കറ്റിൻ്റെ ബാക്കിൽ ക്വസ്റ്റ്യൻ എഴുതിയതല്ല ആൻസർ. കാരണം അത് മൾട്ടിപ്പിൾ ചോയ്സിനാന്ന് നമുക്കറിയാം. ഫസ്റ്റ് ABC എന്നുള്ളത് തിരിച്ചു വന്ന് പരീക്ഷ കഴിഞ്ഞ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വന്നു. പിന്നീട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മോർ ദാൻ 90 മാർക്സിന് മേലെയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് 90 മാർക്സ് വെച്ചാൽ ജോലി ഉറപ്പാണ്. പിന്നീടുള്ളത് ഫിസിക്കൽ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഫിസിക്കലിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 months ലീവൊക്കെ എടുത്ത് ജോലി കിട്ടിയെന്ന് ഉറപ്പിച്ച് അവിടെ റിസൈൻ ചെയ്യുന്ന പോലെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നു, പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ എനിക്ക് ഫിസിക്കൽ പരീക്ഷ TKM കോളേജിലാണ്. അങ്ങനെ TKM കോളേജിൽ വരുന്നത് 8 ഐറ്റമാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് 100 മീറ്റർ അങ്ങനെ കുറേ 8 കായിക ദിവസങ്ങൾ 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് പിന്നെ പോലീസുകാരുടെ ഡ്രീമിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഞാൻ 2 മാസം ഇവിടുന്ന് പ്രാക്ടിക്കൽസ് ചെയ്തു. എൻ്റെ കുറേ പോലീസ് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കൊല്ലത്തുനിന്ന് കാറൊക്കെ ആയിട്ട് ഇവിടെ അന്നത്തെ ദിവസം 2000 ഡേറ്റ് ഓർമ്മയില്ല TKM കോളേജ് ഗ്രൗണ്ടിൽ എത്തുന്നു. ആദ്യത്തെ എൻ്റെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള 100 മീറ്റർ ഓട്ടമാണ്. അത് തന്നെ ഫെയിലിയറായി. പിന്നെ രണ്ടാമത് ലോങ് ജമ്പ് പാസ്സായി, ഷോർട്ട് പുട്ട് പാസ്സായി, പിന്നീട് ഹൈ ജമ്പ് ഫെയിലിയറായി. പിന്നീട് 4 ഐറ്റത്തിൽ 2 ഐറ്റം ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആയിരുന്നു. ആ ക്രിക്കറ്റ് ബോൾ ത്രോയിങ്ങും എന്തോ കാരണത്താൽ പരാജയപ്പെട്ടു. പിന്നെ അടുത്ത ഐറ്റം ഈ റോക്ക് ക്ലൈമ്പിംഗ് ആണ്. റോക്ക് ക്ലൈമ്പിംഗ് ഞാൻ ഫെയിലിയറായ പിന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അടുത്ത 2. അപ്പോൾ ഭയങ്കര ഒരു ജോലിയുടെ മുമ്പിൽ ആകെ റോക്ക് മാത്രമാണ്. ഞാനൊക്കെ അതിനൊരു കുറച്ച് വർഷം മുമ്പ് സ്കൂളിൽ പഠിച്ച സമയത്ത് കൈ ഒടിഞ്ഞ് ഇടത് കൈക്ക് ഒരു വീക്കുള്ള ഒരാളാണ്. അങ്ങനെ ഞാനത് പ്രാക്ടീസ് ചെയ്ത ഒരു ഐറ്റമാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്താൽ മാത്രമേ ഉള്ളൂ. പിന്നീട് ചില്ലിങ്, പിന്നെ ഒരു 1000 മീറ്റർ ഓട്ടം അത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അങ്ങനെ റോക്ക് ക്ലൈമ്പിൽ ഇവിടുത്തെ ഈ ഗ്രൗണ്ടിൽ ഞാൻ പിടിച്ച് നടക്കെത്തിയപ്പോൾ എനിക്ക് എന്തോ പറ്റുന്നില്ല. ഒരു മേലോട്ട് പോയാൽ എനിക്കറിയാം ഊർന്ന് തറയിൽ വീഴും. അല്ലെങ്കിൽ പിന്നെ ഒരു ജോലിക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ് എത്രയോ ഒരു ഇതെടുത്തിയാൽ മേലെ എത്തി. പക്ഷെ നടക്കുന്ന ഊർന്ന് ഗ്രൗണ്ടിൽ വീണ് പൊട്ടിക്കരഞ്ഞ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഈ കോളേജിൽ എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകും. 2-3 ദിവസം ഭയങ്കര, കാരണം 1-2 വർഷം ഒരു പോലീസുകാരനാവാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് എല്ലാം എത്തി. മത്സര പരീക്ഷ, എഴുത്ത് പരീക്ഷയിലൊക്കെ ഉയർന്ന മാർക്ക് നേടി ഫിസിക്കലിൽ പരാജയപ്പെട്ട് ജോലി നഷ്ടപ്പെടുക. വേറൊരു ഗവൺമെൻറ് ജോലി എനിക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ ടെസ്റ്റൊക്കെ എഴുതിയതെങ്കിൽ കിട്ടിയത്. പക്ഷെ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പോലീസുകാരനാവുക എന്നുള്ള കാര്യം മാത്രമേ. അതിനുശേഷം ഈ റിസൾട്ട് വന്നു. 2-3 ദിവസം ഇവിടെ തന്നെ കിടന്ന് വീട്ടിൽ കരങ്ങളും ഫ്രണ്ട്സ് എല്ലാവരോടും പറഞ്ഞു കുഴപ്പമില്ല പോട്ടെ. എന്നെ റെക്കമെൻഡ് ചെയ്യാൻ കുറേ പോലീസ് സുഹൃത്തുക്കളൊക്കെ വന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അതിനുശേഷം ഞാൻ അതൊരു തീരുമാനം എടുക്കണം. അതിനിടയിൽ ഞാൻ രാവിലെ ഷെഫാണ്, ഈവനിങ് വെയിറ്ററാണ്. കാരണം വെയിറ്ററായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് കൂടുതൽ ടിപ്സ് കിട്ടുക ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഷെഫ് എന്നുള്ളൊരു ജോലി എൻ്റെ ഒരു മെയിൻ ഫോക്കസ് അല്ല.
അന്നൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഇനി വെയിറ്റർ ആവുന്നില്ല, ഫുൾ ടൈം ഷെഫായിട്ട് പോകുന്നു. അങ്ങനെ തിരിച്ച് ബാംഗ്ലൂർ പോകുന്നു. അവിടെ പോയി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതിനു ശേഷം ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക്, അതിന് ശേഷമാണ് എനിക്ക് നീറ്റ് അക്കാദസ് എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് കുറേ നാൾ ട്രൈ ചെയ്ത് എന്നെ അവരൊക്കെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫുഡൊക്കെ എത്ര ഉണ്ടാക്കി കൊടുത്താലും ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ല. ഞാൻ പ്രൊഫഷണലി പഠിച്ചിട്ടില്ല, അതൊരു 10ാം ക്ലാസ്സുകാരൻ മാത്രമാണ്. പിന്നീട് അങ്ങനെ ഒരു നല്ല ഒരു ഹെഡ് ഷെഫായിട്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ആ ഒരു ജോലി ഉപേക്ഷിച്ച് ഒരു ഒരു ട്രെയിനി ആയിട്ട് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ചേഞ്ച്. ആരും നിങ്ങളാരും ഒരു പക്ഷേ എടുക്കില്ല. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഒരു 20,000 rupees മോർ സാലറി, ഒരു 6 വർഷം നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ കംഫർട്ട്സ് ഉള്ളിരിക്കുന്നു, നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. ആ ഒരു സമയത്ത് വീണ്ടും ഒരു ട്രെയിനി ആയിട്ട് 5,000 രൂപ ശമ്പളത്തിന് എത്ര പേര് നിങ്ങൾ ആരെങ്കിലും പോകും? അങ്ങനെ പക്ഷെ ഞാൻ ആ ഒരു ഡിസിഷൻ എടുക്കുകയും എനിക്ക് ആ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ എക്സ്പീരിയൻസ് വരികയും പെട്ടെന്ന് തന്നെ 2005 ഇംഗ്ലണ്ടിലേക്ക് ഒരു കുക്കിൽ നിന്ന് ഷെഫിലേക്ക് മാറാനെടുത്ത ആ ഒരു രീതിയിൽ ആ ഒരു രീതിയിൽ 2002 ഇംഗ്ലണ്ടിലെ വിഖ്യാതമായ ഒരു മിഷണറി സ്റ്റാർ റെസ്റ്റോറൻ്റായ വീരസ്വാമി, മഹാത്മാഗാന്ധിയും വിൻസ്റ്റൺ ചർച്ചിലും ചാർലി ചാപ്ലിനൊക്കെ ഡൈൻ ചെയ്ത ആ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ ആ ഒരു അവസരം തേടി പോവാണ്. പിന്നീട് ഒരു വലിയൊരു ലൈഫിന്റെ മാറ്റം, ആ 2002 ഇംഗ്ലണ്ടിലേക്കൊക്കെ പോവുക, ആ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്യുക, 6-7 വർഷത്തോടെ ആ രാജ്യത്ത് പല മികച്ച റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്തതിനു ശേഷം അവിടുത്തെ ബ്രിട്ടീഷ് പൗരത്വം കിട്ടുന്നു. അതിനുശേഷം BBC മാസ്റ്റർ ഷെഫിൽ പങ്കെടുക്കാൻ പറ്റുന്നു. ഞാൻ ഈ കോളേജിൽ പഠിക്കാൻ പറ്റാത്ത ഒരാളാണ്. എനിക്ക് വെസ്റ്റേൺ കോളേജിലൊക്കെ അഡ്മിഷന് പോയിട്ട് കിട്ടാതിരുന്നത് ഭയങ്കര വിഷമിച്ച ഒരാളാണ്. അപ്പോൾ ഈ BBC മാസ്റ്റർ ഷെഫിൽ കേരള ഭക്ഷണത്തെക്കുറിച്ചൊക്കെയുള്ള കേരള ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബഹമാസ് യൂണിവേഴ്സിറ്റി, യുഎസിൻ്റെ അടുത്തുള്ള ഒരു വലിയൊരു ദ്വീപാണ് എനിക്കറിയാം, ബഹമാസ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ 7,000-ഓളം കുട്ടികൾ വരുന്ന അവിടെ കേരള ഇന്ത്യൻ ഫുഡ് പഠിപ്പിക്കാനായിട്ട് അവിടെ കൊണ്ടുപോകുന്നു. ഗസ്റ്റ് ലെക്ചർ ആക്കുന്നു, ഗസ്റ്റ് ഷെഫായിട്ട് ഒരാഴ്ച തോറും അവിടെ കുട്ടികളെ പഠിപ്പിച്ചു. അപ്പൊ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി. അപ്പൊ അതിനുശേഷം വീണ്ടും ഒരു 2018 ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം. എൻ്റെ ഫാമിലി അവിടെ ആവുന്നു, കുട്ടികൾ അവിടെ ജനിക്കുന്നു. ഇംഗ്ലണ്ടിലെ ഒരു വലിയൊരു ഈ പറഞ്ഞ 15 വർഷത്തോളം ജോലി ചെയ്ത് അവിടുത്തെ മികച്ച കുറെ കമ്പനികളിലും കുറെ വിഖ്യാതമായ ഷെഫ്മാരോടൊക്കെ ജോലി ചെയ്ത് അതൊക്കെ വീണ്ടും ഒരു കംഫർട്ട് സോണാണ്. ആ ഒരു രാജ്യത്ത് ഒരു 40 years ആയ ഒരാൾ ആ ഒരു ഷെഫിൻ്റെയൊക്കെ ഒരു കാറ്റഗറിയിൽ 40 വർഷം എന്നൊക്കെ പറഞ്ഞ കരിയറിന്റെ തുടക്കമാണ്. പിന്നീടാണ് നെക്സ്റ്റ് 20 years അവർക്കൊരു ഭയങ്കരമായ രീതിയിലേക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു സമയത്ത് വീണ്ടും എൻ്റെ ലൈഫിലെ ചേഞ്ചിങ് ആയിട്ട് ഒരു ഡിസിഷനാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം. ആരും അങ്ങനത്തെ ഒരു സമയത്ത് ഇപ്പൊ നമുക്കറിയാം എല്ലാവരും കേരളത്തിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവാണ്. അപ്പം ഭാര്യ, കുട്ടികൾ പഠിക്കുന്നു, ഇംഗ്ലണ്ടിലെ നല്ല ജോലി. അപ്പൊ അതെല്ലാം ഉപേക്ഷിച്ച് വീണ്ടും കേരളത്തിലേക്ക് 2018 എത്തുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ പ്രളയം, റാൻസ് പോലൊരു ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഷെഫായിട്ടൊരു ജോലി കിട്ടുന്നു. അപ്പൊ അത് വരുന്നത് ഞാൻ കരുതി ഒരു വർഷത്തേക്ക് ഇന്ത്യയിൽ വന്ന് നോക്കാം, ഇനി അത് ശരിയായില്ലെങ്കിൽ തിരിച്ചു പോകാമല്ലോ. നമുക്കൊരു സിറ്റിസൺഷിപ്പ് ഉണ്ട്, ഏത് സമയത്തും ആ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി അല്ലെങ്കിൽ എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു അവസ്ഥയിൽ ആ ഒരു രീതിയിൽ തിരിച്ചു വരുന്നു. പക്ഷെ അതന്നെ 1 year അല്ലെങ്കിൽ 2 year കേരളത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നിട്ട് തിരിച്ചു പോകാനുള്ള ഒരു ഡിസിഷനിൽ വന്ന ഒരാളെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. പിന്നെ ഇവിടെ വന്നു കുറെ ഒരു ഷെഫ് എന്ന നിലയിൽ കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. അതിനിടയിൽ കോവിഡ് വരുന്നു, തിരിച്ച് UK പോകുന്നു. സോഷ്യൽ മീഡിയയിൽ കുറെ അധികം വലിയൊരു മാറ്റം, ഒത്തിരി കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾ കുറെ റെസിപ്പിയൊക്കെ ഇട്ടതിന് ശേഷം പെട്ടെന്ന് അഭൂതപൂർവമായിട്ടുള്ള ഒരു വളർച്ച, മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് വരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതിനുശേഷം ഒരു സംരംഭം, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാവുന്നൊരു ചിന്തയിൽ 2021 നവംബറിൽ ബാംഗ്ലൂരിൽ ഒരു ആദ്യ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. അത് ഭയങ്കര ഒരു 30 years ഓഫ് എക്സ്പീരിയൻസ് ആയി ആ ഒരു സമയത്ത്. അപ്പോൾ ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ആയാലും നമുക്കൊരു ബിസിനസ് അല്ലെങ്കിൽ എന്റർപ്രനറിനൊക്കെ ആവുക എന്ന് പറയുന്നത് വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിൽ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് ഒരു കേരള ഭക്ഷണം. എൻ്റെ ഒരു ആഗ്രഹം ഈ ഒരു മനോഹരമായ നമ്മുടെ നാട്ടിലെ ഭക്ഷണം ലോകത്ത് ഒരുമാതിരിയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി ഏറ്റവും നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ച ഒരാളെന്ന നിലയിൽ അതിനൊക്കെ നല്ല ഭക്ഷണമാണെങ്കിൽ നമ്മുടെ നാടൻ ഭക്ഷണത്തിന്റെ ഇത്രയും മാത്രം സുഗന്ധ ദ്രവ്യങ്ങളും വ്യഞ്ജനങ്ങളും ഉപയോഗിക്കുന്നത് വേറൊരു ക്യുസിനേ ഇല്ല. അപ്പൊ അത് ലോകം മുഴുവൻ എത്തണം, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ അതിന്റെ ഒരു തുടക്കം നിലയിൽ ഒരു സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ബാംഗ്ലൂർ തുടങ്ങണമെന്ന് ആഗ്രഹത്തിൽ ബാംഗ്ലൂർ തുടങ്ങുന്നു. വിത്തിൻ 6 months അതിന്റെ ഒരു വിജയം കണ്ട് മാരിയറ്റിന്റെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായ ലോകത്ത് 10,000-ലധികം ഹോട്ടലുള്ള മാരിയറ്റ് ഗ്രൂപ്പിന്റെ കൊച്ചിയിലെ ലാൻഡ്മാർക്കാനുള്ള ലാൻഡ്മാർക്കിന്റെ ഒരു അവസരം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. ആ ഒരു വലിയൊരു ബ്രാൻഡിൽ ഒരു ഔട്ട്സോഴ്സ് വേറൊരു ആളുടെ റെസ്റ്റോറൻറ്റ്, റെസ്റ്റോറൻറ്റ് ഷെഫ് എന്ന് പറയുന്നത് മാരിയറ്റ് റെസ്റ്റോറൻറ്റ് വരുന്നത് വീണ്ടും ഭയങ്കര ഒരു വിജയമായിരുന്നു. അതിനുശേഷം ഖത്തറിലും
തൃശ്ശൂരും ഗോവയിലും ഒക്കെ മാരിയറ്റുമായിട്ട് ബന്ധപ്പെട്ടു. അല്ലാതെ നിരവധി ബ്രാൻഡായിട്ട് ഫസ്റ്റ് ഇയറിൽ 4 റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റുകയും പിന്നീട് അത് സെക്കൻഡ് ഇയറിൽ ഒരു 14 റെസ്റ്റോറൻറ്റ് ആവുകയും ഈ ഒരു വർഷം അതൊരു 30 റെസ്റ്റോറൻറ്റ്സ് ആയിട്ട് മാറാനുള്ള രീതിയിലേക്ക് ആ ഒരു ബ്രാൻഡ് വളരുന്നു. അപ്പം അത് 30 വർഷക്കാലം ജോലി ചെയ്ത് അല്ലെങ്കിൽ 450 രൂപ ശമ്പളത്തിൽ തുടങ്ങി ഒരാൾക്ക് 30 ഇയേഴ്സ് സാലറി വാങ്ങി ജോലി ചെയ്ത ഒരാൾ കഴിഞ്ഞ 2 ഇയേഴ്സ് കൊണ്ട് ഏകദേശം ഒരു 800 പേർക്ക് പുതിയ ജോലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ നമുക്ക് ഭയങ്കരമായൊരു നേട്ടം, ഭയങ്കര ഒരു സന്തോഷം. ഒരുപാട് ഒത്തിരി ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഓരോ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഗ്രാഫിൽ എന്തൊക്കെയാണ് ഉണ്ടായത്. അപ്പൊ എൻ്റെ ഒരു 30 ഇയേഴ്സ് കഴിയുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് വിഖ്യാതരായ ആൾക്കാരെ കാണാൻ പറ്റുന്ന, ഒരുപാട് സെലിബ്രിറ്റികളോടെ ഈവൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമായിട്ട് അവരൊക്കെ ഇപ്പോൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഒത്തിരി പൊളിറ്റീഷ്യൻ വേൾഡ് വൈഡ് അതിസമ്പന്നരും സാധാരണക്കാർക്ക് ഒരുപാട് പേർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയെങ്കിലും ഏറ്റവും വലിയ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറഞ്ഞ് പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് മറ്റു പലർക്കും ജോലി ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഒരുപാട് ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഷെഫ് എന്ന് പറഞ്ഞൊരു പദം അല്ലെങ്കിൽ ഒരു പാചകക്കാരൻ അല്ലെങ്കിൽ ഒരിക്കലും ഒരു കരിയർ ഇതൊരു പാഷൻ അല്ലെങ്കിൽ വലിയ ഫാഷൻ അല്ലാതിരുന്ന ഇന്ത്യയിൽ ഒരുപാട് കുട്ടികൾ, ഒരുപാട് പാരൻസ് ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കുട്ടികളെ പറഞ്ഞിരിക്കാൻ വരുന്നു. അല്ലെങ്കിൽ ഷെഫ് എന്ന് പറഞ്ഞത് വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു കരിയറാണ്, ഒരു ജോലിയാണ്. അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളെ ഇത് പഠിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ നേരിട്ട് ഇപ്പം എന്നെ കണ്ടിട്ടൊക്കെ ഇത് ഒരുപാട് മെസ്സേജ് വരും, ഷെഫ് എനിക്കിത് ഷെഫായിട്ട് തന്നെ ആവണം. അപ്പോൾ അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഒത്തിരി പേരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭയങ്കര ഒരു നമുക്കൊരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ. കുറേ നാൾ നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്തതിന് ശേഷം നമുക്കുണ്ടാവുന്ന കുറേ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറേ പണം സമ്പാദിക്കുകയും ഉപരിയൊക്കെ നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ഉള്ളിലൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു സമയത്ത്. അപ്പോൾ എൻ്റെ ഒരു ഈ ഒരു സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ നമ്മളുടെ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കേരള ഭക്ഷണം ലോകം മുഴുവൻ എത്തിക്കുക എന്നൊക്കെയുള്ള ഒരു ഡ്രീമാണ്. അപ്പോൾ ഒരു 100 റെസ്റ്റോറൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലോകത്തെ എല്ലാ മേജർ സിറ്റീസിലും കേരള ഭക്ഷണം കിട്ടുന്ന ഒരു ബ്രാൻഡായിട്ട് മാറുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇനിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു കണ്ണറി അക്കാഡമി, കേരളത്തിൻ്റെ ഭക്ഷണം എല്ലാ ലോകത്തോടെ എല്ലാവർക്കും ഒരു അവിയിലെങ്കിലും ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്പിളായിട്ട് ഒരു വീഗനായിട്ടുള്ള ഒരാൾക്ക് കുറച്ച് ദിവസം ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് പോയി അവരുടെ നാട്ടിൽ പോയി നമ്മുടെ ഭക്ഷണം എന്താണ്, നമ്മുടെ സ്പൈസസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു അക്കാഡമി നടത്താൻ വേണ്ടിയുള്ള ഒരു R&D ചെയ്യുന്നു. പിന്നെയൊക്കെ ഒരു ഡ്രീം എന്ന് പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ ഈ ഒരു കോളേജ് ഞാൻ ഏറ്റവും ഭയങ്കര കാരണം ഞാൻ ആദ്യം ഇംഗ്ലീഷൊക്കെ ഞാൻ പറയാമല്ലോ, ഒരു നാട്ടിലെ ഒരു ഗ്രാമത്തിൽ 10ാം ക്ലാസ് മാത്രം പഠിച്ചു വളരെ 227 മാർക്കാണ്. അപ്പോൾ SM കോളേജിൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബേസിക് ഇംഗ്ലീഷ്, അതുകൊണ്ടാണ് TK കോളേജിൻ്റെ ലൈഫിനകത്ത് ഭയങ്കരമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. കാരണം എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ സ്റ്റുഡൻസ് ഇല്ലാത്ത ഒരൊറ്റ ദിവസവും ഇരിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു 4 വർഷക്കാലം TK കോളേജിലെ സ്റ്റുഡൻസിനെ അതേപോലെ അധ്യാപകരെ ഇവിടെ ഒരുപാട് ഫംഗ്ഷൻ ഞാൻ ഔട്ട്ഡോർ കാറ്ററിംഗ് ആയിട്ട് അവിടെ ഭക്ഷണം കൊണ്ടുപോകുന്ന ഈ കോളേജിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു കൊല്ലത്തെ ഈ ഒരു കോളേജ് എന്ന് പറയുന്നത് ഞാൻ എവിടെ പോയാലും വളരെ എപ്പോഴും TKയിലൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. പിന്നീട് അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റ്, അന്നത്തെ ആ ഒരു ദിവസം ഒരുപക്ഷെ ഞാനൊരു പോലീസുകാരായിട്ട് മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു സ്വപ്ന തുല്യമായ ജോലി കിട്ടിയതേ. പക്ഷെ ഇങ്ങനൊരു അത് ചിലപ്പോൾ ഒരു വിധിയായിരിക്കാം. അതിന് ശേഷം എത്രയോ ലോകരാജ്യങ്ങൾ എനിക്ക് പോകാൻ പറ്റി, അല്ലെങ്കിൽ എത്രയോ സംഭവങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഒരു ഷെഫ് എന്ന നിലയിലുണ്ടായിരുന്ന ഒരു ആനന്ദം, അത് ഏറ്റവും മികച്ച ഭക്ഷണം ഉണ്ടാക്കിയോ, ഏറ്റവും മികച്ച ഭക്ഷണം കഴിക്കാൻ പറ്റി, അല്ലെങ്കിൽ മറ്റു പലരെ കാണാൻ പറ്റും, ഇതുപോലെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റിയത് ആ ഒരു ഡിസിഷന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കരമായ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം നടക്കുന്നു. ഇനിയുള്ള ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ലൈഫിൽ ഇത് ഓരോ ഡിസിഷൻ മേക്കിങ് ഇപ്പോൾ എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് കഠിനമായിട്ടുള്ള റിജക്ഷൻസ് കഴിഞ്ഞു എന്നതാണ്. എന്നെ പലയിടത്തും ഈ പറഞ്ഞ 10ാം ക്ലാസ്സുകാരൻ മാത്രമായ ഒരാൾക്ക് ഒഫീഷ്യലായിട്ട് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും ഈ ഒരു നിലയിൽ ഒരു ഷെഫ് എന്ന നിലയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഒരു കൂടിപ്പോയ ഒരു മിഡ് റേഞ്ച് വരെ എത്താൻ പറ്റും. ഒരിക്കലും ഒരു മാനേജ്മെന്റ് ലെവലോ അല്ലെങ്കിൽ ഒരു സീനിയർ ഷെഫ് എന്ന നിലയിലൊക്കെ എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാരണം അതുകൊണ്ടാണ് എൻ്റെ ഒരു കഴിഞ്ഞ 30 ഇയേഴ്സ് എത്തിയത്. ഒരുപക്ഷെ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ അക്കാഡമിക്കലി സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇനി അതോ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ പോലും ഇവർക്കൊക്കെ നമ്മളെല്ലാം ഒരു യൂണീക്കായിട്ട് ഓരോ USP ആയിട്ടായിരിക്കും ഓരോ ആളുകളും ജനിക്കുക. ഭൂമിയിലേക്ക് ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒക്കെ ക്വാളിറ്റി അതാണെങ്കിൽ ഭൂമിയിലേക്ക് വരില്ല എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഠിനമായ
പ്രയത്നങ്ങൾ അല്ലെ കഠിനമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നെപ്പോലെ വളരെ മിനിമം നോളജുള്ള ഒരാൾക്ക് ഇത്രയൊക്കെ പക്ഷെ 30 വർഷം എടുത്തിട്ടായിരിക്കും ഒരു പക്ഷെ എനിക്കായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് അവരാ ഒരു എഫർട്ട്ലെസ് ആയിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ കുറേ പ്രയത്നങ്ങൾ ഇപ്പോൾ അവരുണ്ടാകുന്ന അവരുടെ ജീവിതത്തിലും അവരുടെ കരിയറിലും അവരുടെ പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. ഒരു 10-15 ഇയേഴ്സ് ഓരോ 5 വർഷത്തെ റിയൽ എഫർട്ടാണ് നെക്സ്റ്റ് 5 ഇയേഴ്സ് കിട്ടുന്നത്. എനിക്കിപ്പോൾ കൃത്യമായിട്ട് അന്ന് നമ്മൾ അറിയില്ല, അത് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഓരോ 5 വർഷം കഴിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് 15 ഇയേഴ്സ് ചെയ്തതിൻ്റെ ഫലങ്ങളാണ് എനിക്ക് ഇപ്പോൾ ഈ 15 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ ഡോട്ടായിട്ട് നമുക്ക് ഫിൽ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അത് ഒരു സർട്ടൻ പോയിന്റിൽ നമ്മുടെ എഫർട്ടുകളുടെ എല്ലാം റിസൾട്ട് വന്ന് തുടങ്ങിയാൽ പിന്നെ ആ റിസൾട്ട് എല്ലാം മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് 3 times ആണോ 5 times ആണോ അത് നമുക്ക് പോലും അല്ലെ മറ്റൊരാളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും നമ്മുടെ വളർച്ചയും ഉയർച്ചയും. അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്സ് നമ്മളെ ചില സമയങ്ങളിൽ റിസൾട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല, റിജക്ഷൻസ് അല്ലെങ്കിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന എല്ലാ തരം കാര്യങ്ങളായിരിക്കും നമ്മുടെ മുമ്പിലുണ്ടാവുക. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയായിരുന്നു നമ്മുടെ ആ ഒരു വിഷൻ, നമ്മുടെ ആ ഒരു സ്കിൽ സെറ്റ് നമുക്ക് അറിഞ്ഞെങ്കിൽ നമ്മുടെ ആ വിഷൻ നമ്മുടെ മുമ്പിൽ എത്ര ചിലപ്പോൾ 5 ഇയേഴ്സോ 10 ഇയേഴ്സോ സർക്കംസ്റ്റാൻസസ് ഒരുപക്ഷെ എല്ലാം മാറിയില്ല. പക്ഷെ നമ്മുടെ ആ ഒരു വിഷൻ മാറാം. കാരണം എനിക്ക് അങ്ങനെയുള്ള ഈ ഒരു ജേണിയിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് എന്റർപ്രണറായിട്ട് 2 വർഷമായിട്ടുള്ള ഒരു തുടക്കക്കാരനാണ്. പക്ഷെ നിരവധി ആൾക്കാരെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിൽ ഈ സക്സസ് എന്ന് പറയുന്നതൊക്കെ ഒത്തിരി വർഷം കഠിനമായിട്ട് പ്രയത്നിച്ചിട്ട് ഒരിക്കലും ഗിവപ്പ് ചെയ്യാതെ ലാസ്റ്റ് മിനിറ്റിലായ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ഞാൻ കണ്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ മാത്രം അനുഭവമല്ല. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിയാൽ നിങ്ങൾക്ക് ആ ഒരു വിഷൻ നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് കഠിനമായ പ്രയത്നങ്ങൾ ചെയ്താൽ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിന് ഒരുപക്ഷെ അതിലൊക്കെ അപ്പുറത്തേക്കൊക്കെ എത്തപ്പെടാൻ പറ്റും. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വേദി നിങ്ങളെ വീണ്ടും ഞാൻ ഈ ടെക് ടോക്കിൽ വന്നത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.